തുടർച്ചയായ 4ാം മത്സരത്തിലാണ് രണ്ടക്കം കാണാതെ ഇന്ത്യയുടെ സ്റ്റാർ ഓപ്പണർ ബാറ്ററായ അഭിഷേക് ശർമ്മ ഇന്ന് പുറത്തായിരിക്കുന്നത്. സമീപകാലത്തെ പ്രകടനങ്ങൾ ടീം സെലക്ഷനിൽ നിർണായകമാണെന്ന് BCCയും ടീം മാനേജ്മെന്റും ആവർത്തിച്ച് പറയുമ്പോൾ സഞ്ജു സാംസണെ പോലെയുള്ള താരങ്ങൾക്ക് മാത്രം ഈ ഒരു നിയമം ബാധകമാകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദ്യചിഹ്നമായിരുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. 3ാം T20യിൽ ടോസ് നേടി ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ വെറും 2 റൺസുമായാണ് അഭിഷേക് ശർമ്മ ഇന്ന് മടങ്ങിയത്. മോശം ഫോമിലുള്ള താരത്തെ സെലക്ടർമാർ സംരക്ഷിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ പക്ഷം. 3, 5, 8, 2 എന്നിങ്ങനെയാണ് അഭിഷേകിന്റെ അവസാന 4 ഇന്നിംഗ്സുകളിലെ റൺസ്. ഒടുവിൽ കളിച്ച 10 T20കളിൽ നിന്നും സ്വന്തമാക്കാനായത് 191 റൺസ് മാത്രം. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ പരമ്പരകളിലും കാര്യമായൊന്നും ചെയ്യാനായില്ല. T20 ലോകകപ്പിലെ മോശം ഫോമിലായിരുന്നു അഭിഷേക്. 8 മത്സരങ്ങളിൽ നിന്നും ആകെ നേടിയത് 141 റൺസ്. തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും താരത്തെ ടീമിൽ നിലനിർത്തുന്നത് T20 റാങ്കിങ്ങിലെ 2ാം സ്ഥാനത്തിന്റെ പേരിലാണ്. എന്നാൽ അഭിഷേക് ശർമ്മയ്ക്ക് സെലക്ടർമാർ അമിതമായ പ്രാധാന്യം നൽകുന്നുവെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ പക്ഷം. അവർ ഉയർത്തിക്കാട്ടുന്നതാകട്ടെ മലയാളി താരം സഞ്ജു സാംസന്റെ പേരുമാണ്. കഴിഞ്ഞ T20 ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് സഞ്ജു. 5 ഇന്നിംഗ്സുകളിൽ നിന്ന് മാത്രം താരം നേടിയത് 321 റൺസാണ്. പിന്നീട് നൽകിയ 4 മത്സരങ്ങളിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ സഞ്ജുവിനെ പുറത്തിരുത്തുമ്പോഴാണ് അഭിഷേകിന് പ്രത്യേക പരിഗണന ഇന്ത്യൻ ക്രിക്കറ്റിൽ ലഭിക്കുന്നത്. എന്തായാലും വരും മത്സരങ്ങളിലും സൂര്യവംശി ഓപ്പണിംഗിൽ തുടരുന്ന സാഹചര്യത്തിൽ അഭിഷേകിനെയാണോ സഞ്ജുവിനെയാണോ ടീം ഇന്ത്യൻ മാനേജ്മെന്റ് തിരഞ്ഞെടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഫേവേഴ്സും ഡർട്ടി പൊളിറ്റിക്സും മാത്രം കണക്കിലെടുത്താൽ അഭിഷേകിന് തന്നെ അടുത്ത പരമ്പരയിലും അവസരം തെളിയുമെന്നുള്ള കാര്യം നിസ്സംശയം പറയാനായി സാധിക്കും. അപ്പോഴും ലോകകപ്പ് ടീം ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്ത സഞ്ജു സാംസനെ ടീം ഇന്ത്യ മനഃപൂർവ്വം മറക്കുക തന്നെയാണ്.